ഹായ് ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഗൈസ്. മിറാക്കിൾ ബ്യൂട്ടി ബ്ലോഗ്സിലെ കുഞ്ഞാറ്റ. ഇപ്പോൾ കുഞ്ഞാറ്റ മാത്രം. കുറച്ച് നാൾക്ക് മുമ്പ് ആക്ച്വലി മിറാക്കിൾ ബ്യൂട്ടി ബ്ലോഗ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കുഞ്ഞാറ്റ, ഇച്ചായൻ, അവരെ രണ്ടുപേരെ ആയിരിക്കും. പക്ഷെ ഇപ്പം കുഞ്ഞാറ്റ എന്നുള്ളത് മാത്രം അത് പറയുന്നതാണ്, പറഞ്ഞാൽ മതി, അതാണ് ഉചിതം, അതാണ് ശരി. കുറച്ച് നാൾക്ക് മുമ്പ് കുഞ്ഞാറ്റ സ്വന്തം സോഷ്യൽ മീഡിയയിലൂടെ സ്വന്തം ആരാധകരെ വളരെയധികം അങ്കലാപ്പിലാക്കിയ ഒരു പോസ്റ്റ് കുഞ്ഞാറ്റയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഐ ആം ഇൻ എ ടോക്സിക് റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിൽ. ഞാനിപ്പം ഡിവോഴ്സിന്റെ വക്കിലാണ്, ഞാൻ ഡിവോഴ്സ് ആയി എന്നുള്ള രീതിയിൽ, ഡിവോഴ്സ് ആയി എന്ന് തോന്നുന്നു ആക്ച്വലി. എന്നാലും എന്തൊക്കെയാണ് അവർ സെപ്പറേറ്റ് ആണ്. കുഞ്ഞാറ്റ, ഇച്ചായൻ, അവർ രണ്ടുപേരും. കുഞ്ഞാറ്റയുടെ കൂടെയാണ്, അവർക്കൊരു കുഞ്ഞൊക്കെ ഉണ്ട്. അപ്പൊ കുഞ്ഞാറ്റയുടെ കൂടെയാണ്. അപ്പം സത്യം പറഞ്ഞാൽ കുഞ്ഞാറ്റയുടെ ഒരു ലൈഫ് ജേണി ആക്ച്വലി കാണുമ്പോൾ, ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ആക്ച്വലി സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ കുഞ്ഞാറ്റ കഴിഞ്ഞ ദിവസം, ഇന്നലെയാന്ന് തോന്നുന്നു കേട്ടോ, ഇന്നലെ കുഞ്ഞാറ്റ ഒരു Q&A ചെയ്തിട്ടുണ്ടായിരുന്നു. ആ Q&Aയിൽ നമ്മൾ ആക്ച്വലി കാണുമ്പം നമുക്ക് എന്താണ് പറയുക, ഈ ടോക്സിക് റിലേഷൻഷിപ്പ് എന്നൊരു കാര്യം നമുക്ക് അതിൽ നിന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് റിലേഷൻഷിപ്പ് അല്ല എന്ത് സാഹചര്യത്തെ മറികടക്കാനായിട്ട് പറ്റും. അത് പറ്റുമെന്നുള്ളത് അവനവനാണ് അത് ചിന്തിക്കേണ്ടത്. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ, അല്ലെ? മറ്റൊരാൾ വന്ന് രക്ഷിക്കും, അല്ലെങ്കിൽ മറ്റൊരാൾ അല്ലെങ്കിൽ ഒരാൾ കാരണം ഞാൻ അന്ധകാരത്തിലായിപ്പോയി, അല്ലെങ്കിൽ അയാൾ കാരണം എന്റെ ജീവിതം നശിച്ചു, അപ്പം ഒരാൾ കാരണം അങ്ങനെ ആയി എന്ന് ചിന്തിക്കുന്ന നമുക്ക് എന്തുകൊണ്ട് അതിൽ നിന്ന് റിക്കവർ ചെയ്യാം എന്നൊരു കാര്യം ചിന്തിച്ചുകൂടാ എന്ന് തോന്നിപ്പോകുന്നു ആക്ച്വലി, അല്ലേ? പേർക്ക് ആക്ച്വലി ആ കുട്ടി പറഞ്ഞ പല മെസ്സേജുകളും ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടാകും. ഇപ്പം ആക്ച്വലി ഇന്നലെ ആ കുട്ടി ഇട്ട Q&Aക്കകത്ത് കുറച്ചധികം കാര്യങ്ങൾ അത് പറയുന്നുണ്ട്. അതിന്റെ ആ റിലേഷൻഷിപ്പിൽ നിന്ന് അത് റിക്കവർ ആയി വന്ന സാഹചര്യങ്ങള്, ഇപ്പൊ അത് അനുഭവിക്കുന്ന കുറച്ച് സന്തോഷമുള്ള ഒരു ജീവിതം അനുഭവിക്കുന്ന ഒരു സാഹചര്യം കാണുമ്പോഴൊക്കെ ആക്ച്വലി എനിക്ക് തോന്നുന്നു, നമ്മൾ ഈ ടോക്സിക് റിലേഷൻഷിപ്പ് എന്നൊരു കാര്യം അനുഭവിക്കുന്ന പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ 1 അല്ല 9 അല്ല, എത്രയോ ആൾക്കാരുണ്ട്. ഈ ഒരു വീഡിയോ ആ സമയം കാണുന്ന നിമിഷം പോലും ഉണ്ടായിരിക്കും, അല്ലെ? പക്ഷെ അവർക്കൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്തെങ്കിലും ആത്മഹത്യ എന്നൊരു കാര്യം അതല്ലാതെ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ അതിന് റിക്കവർ ചെയ്യാൻ എന്നൊരു കാര്യം ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. Recover from your divorce issue. Sorry for this uncomfortable question എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് റിക്കവർ ആയെന്ന് എന്താ പറയുക, നമുക്ക് മൂവ് ഓൺ ആവണം എന്തായാലും. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ലൈഫിൽ ജീവിക്കണം എന്ന് ഉള്ളത് കൊണ്ടാണല്ലോ. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഫാമിലി, അതുപോലെ തന്നെ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ കുഞ്ഞുണ്ട്. സോ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസിഷൻ എടുത്തത്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസിഷൻ എടുക്കേണ്ട കാര്യമില്ലല്ലോ. സോ അതുകൊണ്ട് നമ്മൾ മൂവ് ഓൺ ആവും. അതാണ് കേട്ടോ, നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു ഡിസിഷൻ ആദ്യം തന്നെ നമുക്കാണ് വേണ്ടുന്നത്, അല്ലേ? അങ്ങനെ ഒരു ഡിസിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് തന്നെ കൊണ്ടുപോകാൻ നമുക്ക് തന്നെ പറ്റുമെന്നുള്ള കാര്യമാണ്. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കും, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ജീവിക്കും, നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടും ജീവിക്കും. സോ നമ്മൾ അതിൽ നിന്ന് കയറി എന്തായാലും വരും. പിന്നെ ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു സപ്പോർട്ടാണ്. അതെനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ ഫാമിലി, ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിലും ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഞാൻ പെട്ടെന്ന് തന്നെ റിക്കവറി ആയി വന്നത് കേട്ടോ. അപ്പൊ പക്ഷെ ഇത് ഈ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ നമ്മൾ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. പക്ഷെ ഈ ഒരു സപ്പോർട്ട് ഇല്ലാത്തവരുണ്ടായിരിക്കും. സ്വന്തം വീട്ടുകാർ പോലും ആ ഒരു സാഹചര്യത്തിൽ, അല്ലാതെ അത് ഭർത്തൃ വീട്ടിലാണെങ്കിൽ പോലും ഒറ്റപ്പെടുന്നവരെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവസാനത്തെ വാക്കുകൾ വരെ പല കുട്ടികളുടെയും നമ്മൾ കേൾക്കേണ്ട ഒരു സാഹചര്യം വരെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, വാർത്തകളിലൂടെ ആയാലും എല്ലാം. ഞാൻ വീട്ടിലേക്ക് വരികയാണ്, എനിക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുമോ എന്ന് ചോദിക്കുമ്പം എങ്ങനെങ്കിലും കടിച്ചു പിടിച്ച് കിടക്ക്, എങ്ങനെങ്കിലും നീ അത് തന്നെ അനുഭവിക്കുക, അത് തന്നെയാണ് നിന്റെ ജീവിതം, എങ്ങനെങ്കിലും കടിച്ചു പിടിച്ച് സഹിച്ചു കിടക്ക് മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ടില്ല. കാലന്റെ വേഷത്തിൽ സ്വന്തം വീട്ടുകാർ തന്നെ കാലന്റെ വേഷം കിട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഓരോ പെൺകുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം അവർ തന്നെയാണ് ആ ഒരു പെൺകുട്ടികളുടെ, അല്ലെങ്കിൽ ഓരോ പെൺകുട്ടികളുടെയും അന്ത്യത്തിന് വഴിവെക്കുന്നതെന്നുള്ളതാണ് സ്വന്തം വീട്ടുകാരെന്ന് പറഞ്ഞ കാര്യം. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സാഹചര്യം. അപ്പോൾ വന്നു ഭവിച്ചു കഴിയുമ്പോൾ പറയുക, അയ്യോ എന്റെ കൊച്ചിനത് വന്നു പോയല്ലോ, അയ്യോ എന്റെ കൊച്ചിനത് വന്നു പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന കുറച്ച് നാടകീയ കുറെ രംഗങ്ങൾ. കാരണം അവനവന്റെ വീട്ടുകാരാണ് ഗൈസ് ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് വിട്ടെന്ന് പറഞ്ഞാലും ആ പെൺകുട്ടിക്കുള്ള ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടുകാരെന്റെ കൂടെയുള്ള ഒരു സാഹചര്യം. അതില്ലെന്ന് പറയുമ്പോഴാണ് നമ്മൾ സ്ത്രീകളാണെന്ന് പറഞ്ഞാലും പുരുഷന്മാരുടെ കാര്യത്തിലാണെങ്കിൽ പോലും നമുക്ക് സ്വന്തം ആൾക്കാർ കൈവിടുമ്പോൾ ഉള്ള ഒരു മനോദൗർബല്യമുണ്ട്. അത് വന്നു ഭവിച്ചു കഴിഞ്ഞാൽ, പക്ഷെ ചില സ്ത്രീകളുണ്ട് സ്വന്തം കഴിവിൽ, അല്ലെങ്കിൽ അത്രയും സ്ട്രെങ്ത് പക്ഷെ സ്വന്തം കഴിവിൽ മുന്നോട്ട് വരുന്നവരുണ്ട്, അല്ലെങ്കിൽ അത്രയും ആത്മധൈര്യം ഉള്ളവരുണ്ട്. പക്ഷെ എല്ലാവർക്കും അത് ഉണ്ടാവണമെന്നില്ല. ആ കുട്ടിയുടെ സാഹചര്യത്തിൽ അതിന്റെ വീട്ടുകാർ അതിന്റെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അതിന് ഇത്രയും മുന്നിൽ വന്നിട്ടുള്ളത്. പക്ഷെ എല്ലാവരുടെയും സാഹചര്യത്തിൽ അത് ഉണ്ടാവണമെന്നില്ല. എല്ലാവരും ഈ ഒറ്റപ്പെടൽ എന്നൊരു കാര്യം സംഭവിച്ചു കഴിയുമ്പോൾ പല കുട്ടികൾക്കും ആ ഒരു ധൈര്യം ചോർന്നു പോകും.
ഞാനിങ്ങനെ ഡിവോഴ്സ് ആവുകയാണെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതൽ എനിക്ക് കുറേ മെസ്സേജുകൾ വന്നു, ചേച്ചി ഞാനിങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്, എനിക്ക് എങ്ങനെ മൂവ് ഓൺ ആവണമെന്ന് അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് നമുക്ക് ചുറ്റും ഇതുപോലെ സ്ട്രഗിൾ ചെയ്യേണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. മേ ബി ഞാനിങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ടായിരിക്കാം ഇത്രയും പേരിലോട്ട് എൻ്റെ ഒരു കാര്യം എത്തിയത്. പേഴ്സണലി നമുക്ക് ചുറ്റും ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്താണോ ബെറ്റർ ഓപ്ഷൻ എന്ന് തോന്നുന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കുക, അത് നിങ്ങളുടെ ലൈഫാണ്. ഏതാണ്ട് 3.5 ലക്ഷം ആൾക്കാർ, 4 ലക്ഷത്തിനടുത്ത ആൾക്കാർ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അന്നേരം ഒരു രീതിയിലും മറ്റൊരു രീതിയിൽ ആ ഒരു വീഡിയോ കാണുന്നവരിൽ തന്നെ ഒരുപക്ഷെ ഉണ്ടാവും ഈ ടോക്സിക് റിലേഷൻഷിപ്പ് എന്നൊരു കാര്യം, അല്ലെങ്കിൽ അസഹനീയമായ എന്താണ് പറയുക, ആരോടും ഒരു വാക്കുപോലും പറയാൻ ഇടയില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ, ഒരുപക്ഷെ പെൺകുട്ടികൾ തന്നെ ആൺകുട്ടികൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഇത് പ്രയോജനപ്പെടുമെന്ന്, പക്ഷെ എല്ലാവരെയും പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം ആൾക്കാരെ, അല്ലെങ്കിൽ സ്വന്തം കൂടപ്പിറപ്പ്, അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാര്, അവർ കൂടെയുള്ള ഒരു സാഹചര്യം, അതില്ലാതെ വരുന്ന സാഹചര്യത്തിലാണ് അവർക്കും ആ ഒരു സ്ട്രെങ്ത്, അല്ലെങ്കിൽ ആ ഒരു വൈകല്യം, അല്ലെങ്കിൽ ആ ഒരു ഒറ്റപ്പെടൽ എന്നൊരു സാഹചര്യം വരുമ്പോഴാണ് പല തെറ്റിലേക്കും ആൾക്കാർ പോകുന്നത്. ഗൈസ്, അന്നേരം ആ ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ ജീവിതത്തിൽ അതിന്റെ കൂടെ കൂടിയ ആൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ കൊണ്ട് അയാളുടെ കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല എന്നൊരു സാഹചര്യം മനസ്സിലായ നിമിഷം തന്നെ അത് ആ ജീവിതത്തിന് ബ്രേക്ക് കൊടുത്തിട്ട് അതിന്റെ ജീവിതം, അല്ലെങ്കിൽ അതിന്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അത് മുന്നോട്ട് പോയി എന്നുള്ള കാര്യമാണ്. ആ ജീവിതം തിരിച്ചു പിടിക്കാൻ തന്നെ ആ കുട്ടിയുടെ കൂടെ അതിന്റെ വീട്ടുകാരെ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിന്റെ ലൈഫ് ഇപ്പൊ അതിന് മുന്നോട്ട് കിട്ടി, അതിപ്പോ വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യമാണ് ഗൈസ്. പക്ഷേ ആ ഒരു സാഹചര്യം, അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട്, ആ ഒരു സാഹചര്യം കിട്ടാത്ത പല പെൺകുട്ടികൾക്കുമാണ് ഗൈസ് നമ്മൾ ഓരോ ദുരവസ്ഥയിലേക്ക് പിന്നീട് അവരെ കുറിച്ച് ഓരോ വാർത്തകളും കേൾക്കേണ്ടതായിട്ട് വരുന്നു. അന്നേരം അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ് വിലപിക്കാൻ ഒരുപക്ഷെ സ്വന്തം വീട്ടുകാർ വരെ ഉണ്ടായിരിക്കും. ഒരുപക്ഷെ ഈ സ്വന്തം വീട്ടുകാരായിരിക്കും 100% ഈ തെറ്റുകാരെന്ന് പറഞ്ഞ കാര്യം ഗൈസ്. അന്നേരം ഒരു സപ്പോർട്ട് എന്നൊരു കാര്യമായിരിക്കും അപ്പം ഇങ്ങനെ വിലപിക്കുന്ന ഓരോ ആൾക്കാർക്കും ആവശ്യം എന്നുള്ളത്. അപ്പൊ മുന്നിൽ കാണുന്ന ഓരോ സാഹചര്യവും നമ്മൾ മാക്സിമം അവരെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കൂ എന്നുള്ള കാര്യം ഗൈസ്.